ഹായ് ഓൾ. റോണ്ട ബെണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 5-ാം ദിവസമാണ് ഇന്ന് നമ്മൾക്ക്. 5-ാം ദിവസത്തെ പ്രാക്ടീസാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ബാക്കി 4 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ പ്രാക്ടീസ് ചെയ്തു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം വളരെ അത്ഭുതമായിരിക്കും. നിങ്ങൾ ഒരു 10 മിനിറ്റ് ടൈം നിങ്ങൾക്ക് വേണ്ടി ഇതിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ അഭാവമാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് സങ്കടത്തിനും അസൂയയ്ക്കും നിരാശയ്ക്കും സംശയത്തിനും പണത്തെക്കുറിച്ചുള്ള ഭയത്തിനും നിങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാകില്ല എന്നതാണ് സത്യം. തീരെ കുറവ് പണമുള്ള ഒരാൾക്ക് പണത്തിന് നന്ദിയുള്ളത് ആയിരിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന കാര്യമായിരിക്കും. എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു നന്ദി പറയണമെന്ന മൈൻഡിലായിരിക്കും ആ വ്യക്തി ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടാകുന്നത് വരെ ഒന്നും തന്നെ മാറില്ലെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ സ്വയം നന്ദി പറയാൻ സ്വയം പ്രചോദിതരാകും. ഭൂരിഭാഗം പേർക്കും പണം ഒരു കൗശലക്കാരനെ പോലെയാണ്, പ്രത്യേകിച്ച് ആവശ്യത്തിന് പണമില്ലാത്തവർക്ക്. അതുകൊണ്ട് തന്നെ 2 തരത്തിലാണ് മാന്ത്രിക പണ പരിശീലനമുള്ളത്. കുറച്ച് സമയം ഇരുന്ന് നിങ്ങൾക്ക് അല്പമോ അധികമോ പണം ഉണ്ടായിരുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ബാല്യകാലത്തിലൂടെ, അതായത് നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾക്ക് പണം ലഭിച്ച ഓരോ സന്ദർഭങ്ങളും ഓർമ്മിക്കുന്നതിനൊപ്പം നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ നിങ്ങൾ സ്വയം ഉരുവിടുക. ഓരോ സന്ദർഭവും അനുസ്മരിച്ച് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുക. നിങ്ങൾക്ക് കഴിക്കാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒരു വീട്ടിലാണോ കഴിഞ്ഞിരുന്നത്? നിങ്ങൾക്ക് വർഷങ്ങളോളം വിദ്യാഭ്യാസം ലഭിച്ചിരുന്നോ? നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത്? സ്കൂൾ പുസ്തകങ്ങൾ, ഭക്ഷണം, സ്കൂളിൽ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എന്നിവ നിങ്ങൾക്കുണ്ടായിരുന്നോ? നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ എന്തെങ്കിലും അവധി ആഘോഷങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ ലഭിച്ച ഏറ്റവും ആവേശഭരിതമായ ജന്മദിന സമ്മാനങ്ങൾ എന്തെല്ലാമായിരുന്നു? നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നോ? കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ അതിവേഗം വളരുന്ന പ്രായത്തിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നോ? സ്പോർട്സിലുണ്ടായിരുന്നോ? എന്തെങ്കിലും സംഗീതോപകരണം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബിയിൽ ഏർപ്പെട്ടിരുന്നോ? നിങ്ങൾക്ക് സുഖമില്ലാതിരുന്ന കാലത്ത് നിങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിരുന്നോ? നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരുന്നു. നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്തിരുന്നുവോ? നിങ്ങൾ TV കണ്ടിരുന്നുവോ? ഫോൺ ഉപയോഗിച്ചിരുന്നുവോ? ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നുവോ? വൈദ്യുതി, വെള്ളം, അങ്ങനെ എന്തെല്ലാം ഇതിനെല്ലാം പണം ചിലവാകും. നിങ്ങളിത് 1 രൂപ പോലും നൽകാതെയാണ് സ്വയം അനുഭവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ബാല്യ യൗവനകാലത്ത് ഓർമ്മകളിലേക്ക് തിരികെ നടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ച് നേടിയ എത്രയോ കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചെന്നത്. ഓരോ സംഭവത്തിനും ഓർമ്മയ്ക്കും നന്ദിയുള്ളവരായിരിക്കുക. എന്തെന്നാൽ ഭൂതകാലത്തിൽ സ്വീകരിച്ച പണത്തിന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കാനായാൽ ഭാവിയിൽ നിങ്ങളുടെ പണം മാന്ത്രികമായി വർദ്ധിക്കും. അതാണ് പ്രപഞ്ച നിയമം. മാന്ത്രിക പണ പരിശീലനം തുടരുന്നതിൻ്റെ ഭാഗമായി $1 നോട്ടിൽ, അതായത് ഒരു 5 രൂപ നോട്ടിൽ അല്ലെങ്കിൽ ഒരു 10 റുപ്പീസ് നോട്ടിൽ താഴെ പറയുന്ന ഒരു വാചകം നിങ്ങൾ വേറൊരു ചെറിയൊരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുക. എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. ഈ ഒരു വാചകം നിങ്ങൾ ആ നോട്ടിൽ എഴുതി ഒട്ടിക്കുക. നിങ്ങളുടെ ഈ മാന്ത്രിക രൂപം എടുത്ത് എന്നിട്ട് പേഴ്സിലോ പോക്കറ്റിലോ ഇടുക. രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ ഒരു തവണയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര തവണയോ പുറത്തെടുത്ത് കയ്യിൽ പിടിക്കുക. അതിലെഴുതിയിട്ടുള്ള വാക്കുകൾ വായിച്ച് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ധനസമൃദ്ധി ഓർത്ത് യഥാർത്ഥത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക. എത്ര കൂടുതൽ ആത്മാർത്ഥതയുണ്ടോ, എത്ര കൂടുതൽ അത് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നുവോ, അത്രയും വേഗത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. ഇതിന് ഒരു സംശയവും വേണ്ട. കാലത്തിന് മുന്നേ നിങ്ങൾക്കൊരിക്കലും അറിയാനാകില്ല നിങ്ങളുടെ പണം എങ്ങനെ വർദ്ധിക്കുമെന്ന്. എന്നാൽ കൂടുതൽ പണം ലഭിക്കാൻ തക്കവിധം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായി അറിയാതിരുന്ന പണം കണ്ടെത്താനായേക്കും. അപ്രതീക്ഷിതമായി ചെക്കോ പണമോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. വിലയിൽ കുറവ് വരികയോ പണച്ചെലവുണ്ടാക്കുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ലഭിക്കുകയോ ചെയ്തേക്കാം. ഈ ദിവസത്തിന് ശേഷം മാന്ത്രിക രൂപ, അതായത് നമ്മൾ എഴുതി ഒട്ടിച്ച ഈ കറൻസി നോട്ട് എല്ലാ ദിവസവും നിങ്ങൾ കാണത്തക്ക സ്ഥലത്ത് തന്നെ ഇത് വയ്ക്കുക. നിങ്ങൾക്ക് ലഭിച്ച ധനസമൃദ്ധിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എത്രയധികം പ്രാവശ്യം മാന്ത്രിക രൂപയിൽ നോക്കി നിങ്ങൾക്ക് ലഭിച്ച പണത്തിന്
നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. അത്രയേറെ മാന്ത്രികത നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മറക്കരുത്. പണത്തിനോടുള്ള സമൃദ്ധമായ നന്ദി സമൃദ്ധമായ പണത്തിന് തുല്യമാണ്. ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പണസംബന്ധമായ എന്തെങ്കിലും പരാതി പറയാനുള്ള സാഹചര്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ പരാതിക്ക് വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം ഈ ഒരു പരാതി പണത്തിൻ്റെ ഒഴുക്കിനെ മന്ദഗതിയിലാക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യും. ഇന്നു മുതൽക്ക് അങ്ങോട്ട് എപ്പോഴെല്ലാം എന്തെങ്കിലും പണം നിങ്ങളുടെ ശമ്പളമോ കിഴിവോ റീഫണ്ടോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായി എന്തെങ്കിലുമോ ലഭിക്കുമ്പോൾ നിങ്ങൾ തികച്ചും നന്ദിയുള്ളവനായിരിക്കുമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വാക്കു നൽകുക. ഈ ഓരോ സന്ദർഭങ്ങളും അർത്ഥമാക്കുന്നത് നിങ്ങൾ പണം സ്വീകരിച്ചു എന്നതാണ്. ഓരോ സംഭവവും കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗത്തിൽ വരുത്താനുള്ള അവസരവുമാണ്. നിങ്ങൾ പണം സ്വീകരിച്ച ഉടനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിലൂടെ പണം വർദ്ധിക്കാനും ഇരട്ടിയാകാനും ഇടവരുന്നു. ഒന്നുകൂടി ഞാനിവിടെ ഈ പ്രാക്ടീസ് പറയാം. നിങ്ങളുടെ ബാല്യകാലത്തെപ്പറ്റി അല്പസമയമൊന്ന് ഇരുന്ന് ചിന്തിക്കുക. അക്കാലത്ത് 1 രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക. നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കപ്പെട്ട ഓരോ സമയവും ഓർക്കുക. ഹൃദയം പൂർണ്ണമായും ആ സംഭവത്തിൽ ഉറപ്പിച്ച് ഉള്ളിൽ തട്ടി നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ ഉരുവിടുക. ശേഷം നിങ്ങളൊരു കറൻസി നോട്ട് എടുക്കുക. ഏതെങ്കിലും 5 രൂപയുടെയോ 10 രൂപയുടെയോ നോട്ടെടുത്ത് നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും നോട്ട്, എന്നിട്ട് ഒരു ചെറിയ സ്റ്റിക്കറിൽ താഴെ പറയുന്ന വാചകം വലിയ അക്ഷരങ്ങളിൽ എഴുതി നോട്ടിനൊപ്പം വയ്ക്കുക. അതായത്, എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മനസ്സിന് ആനന്ദം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇന്ന് നിങ്ങളുടെ മാന്ത്രിക രൂപ എടുക്കുക. രാവിലെ ഉച്ചയ്ക്ക് ശേഷമോ ഒരു തവണയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര തവണയോ മാന്ത്രിക രൂപ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. അതിലെഴുതിയിട്ടുള്ള ഈ വാക്കുകൾ വായിച്ച് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ധനസമൃദ്ധി ഓർത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക. ഈ ദിവസത്തിന് ശേഷം മാന്ത്രിക രൂപ എല്ലാ ദിവസവും നിങ്ങൾ കാണത്തക്ക സ്ഥലത്ത് തന്നെ വയ്ക്കുക. അതായത് 28 ഡേയ്സ് പ്രാക്ടീസ് തീരുന്ന വരെയും നിങ്ങൾക്കിത് കാണുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച ധനസമൃദ്ധിയിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഓർമ്മിക്കാനാണിത്. വീണ്ടും പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മാന്ത്രിക കല്ല് ഒരു കയ്യിൽ പിടിച്ച് ഉരുവിടുക. നന്ദി, 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 നന്ദി. അന്നേ ദിവസം, അതായത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നിങ്ങൾ നന്ദിയോടെ സ്മരിക്കുക. ഒരുപാട് മനസ്സിൽ ആ ഫീലിംഗ് കൊണ്ടുവരിക. തീർച്ചയായും ഈ പ്രാക്ടീസുകൾ നമ്മുടെ ലൈഫിനെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നതാണ്. ഇത് എൻ്റെ അനുഭവമാണ്. ഇത് 1000 ആൾക്കാരുടെ അനുഭവമാണ്. തീർച്ചയായും നിങ്ങളിത് മടി കാണിക്കാതെ പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ചാനലിലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമുള്ള കമൻറ്റും നിങ്ങൾ ഇടുക. അതിലൂടെ നിങ്ങൾക്കും വളരെയേറെ ഉപകാരമുണ്ടാകും. കാരണം നമ്മൾ ഒരാൾക്ക് നല്ല കമൻറ്റ് ഇടുമ്പോഴാണ് നമ്മൾക്കും തിരിച്ചത് ലഭിക്കുന്നത്. ശരിക്കും നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ പന്ത് പോലെയാണ്. നമ്മൾ അത് എറിയുന്നത് നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.